കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഭരണാധികാരികളുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് എന്നും വലിയ സംവാദങ്ങൾ നടക്കാറുണ്ട്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണോ അതോ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഫയലുകൾ തീർപ്പാക്കുന്നവരാണോ മികച്ച ഭരണാധികാരികൾ എന്ന ചോദ്യത്തിന് കാലാകാലങ്ങളായി വ്യത്യസ്ത ഉത്തരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. വയനാട് ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജനെതിരെ ചാണ്ടി ഉമ്മൻ നടത്തിയ പരാമർശങ്ങൾ ഈ ചർച്ചയെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വയനാട് ദുരന്തബാധിതർക്കായി നിർമ്മിച്ച പുനരധിവാസ വീടുകളുടെ ഗുണനിലവാരത്തെ ചൊല്ലി വലിയ ആശങ്കകൾ ഉയർന്നിരുന്നു. വീടുകളുടെ ചുവരുകളിൽ വിള്ളലുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നേരിട്ട് സ്ഥലം സന്ദർശിച്ചിരുന്നു. അവിടെ വെച്ച് മന്ത്രി സ്വയം വിള്ളലുകൾ പരിശോധിക്കുകയും പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയ ഭാഗത്ത് മായ്ക്കുകയും ചെയ്ത ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യം നേടി. ഈ പ്രവൃത്തിയാണ് ചാണ്ടി ഉമ്മൻ പരിഹാസ രൂപേണ വിമർശിച്ചത്. തൃശൂർക്കാരനായ നല്ലൊരു പണിക്കാരനെ മന്ത്രിയുടെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നതായിരുന്നു ചാണ്ടി ഉമ്മന്റെ പരാമർശം. ഒരു റവന്യൂ മന്ത്രി തന്റെ വിലപ്പെട്ട സമയം ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നതിലെ അനൗചിത്യമാണ് താൻ ചൂണ്ടിക്കാണിച്ചതെന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിച്ചു. ചാണ്ടി ഉമ്മന്റെ വിമർശനം പ്രധാനമായും ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ വാദപ്രകാരം ഒരു വീടിന്റെ വിള്ളൽ പരിശോധിക്കേണ്ടത് ആ വിഷയത്തിൽ പരിജ്ഞാനമുള്ള സിവിൽ എഞ്ചിനീയർമാരോ സാങ്കേതിക വിദഗ്ധരോ ആണ്. മന്ത്രി നേരിട്ട് പോയി പെൻസിൽ അടയാളങ്ങൾ മായ്ക്കുന്നത് വഴി പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകില്ല. സംസ്ഥാനത്തെ മൊത്തം റവന്യൂ വകുപ്പിനെ നയിക്കേണ്ട മന്ത്രി ഒരു ടൗൺഷിപ്പിലെ ഏതാനും വീടുകളിലെ വിള്ളൽ പരിശോധിക്കാൻ മണിക്കൂറുകൾ ചിലവഴിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ ആയിരക്കണക്കിന് ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഇത് ഭരണത്തിന്റെ വേഗതയും ബാധിക്കും. ഇത്തരം പ്രവൃത്തികൾ കേവലം പബ്ലിക് റിലേഷൻസ് സ്റ്റണ്ട് മാത്രമാണെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നും UDF ആരോപിക്കുന്നു. ചാണ്ടി ഉമ്മന്റെ പരാമർശത്തിന് മറുപടിയായി ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ഉമ്മൻചാണ്ടിയെ ലക്ഷ്യം വെച്ചതാണ് വിവാദം കൊഴുപ്പിച്ചത്. ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടികൾ നടത്തിയപ്പോൾ അദ്ദേഹം ഒരു വില്ലേജ് ഓഫീസറുടെ പണിയാണ് എടുത്തതെന്നും ഇടതുപക്ഷ അനുകൂലികൾ പരിഹസിച്ചു. ഇത് ചാണ്ടി ഉമ്മനെ പ്രകോപിപ്പിച്ചു. തന്റെ പിതാവിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർത്തു. ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത് അവരുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണാനായിരുന്നു. ഭരണയന്ത്രത്തിന്റെ ചുവപ്പ് നാടകളിൽ കുടുങ്ങിയ സാധാരണക്കാരന് ആശ്വാസം നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നും അതിനെ വില്ലേജ് ഓഫീസറുടെ പണിയായി കാണുന്നത് രാഷ്ട്രീയമായ അന്ധതയാണെന്നും ചാണ്ടി ഉമ്മൻ തിരിച്ചടിച്ചു. ഈ വിവാദത്തിനിടയിൽ ഉയർന്നു വന്ന മറ്റൊരു പ്രധാന ആരോപണം ചാണ്ടി ഉമ്മൻ ഒരു ആശ്രിത നിയമനത്തിലൂടെ MLA ആയ ആളാണെന്നാണ്. AIYF നേതാക്കളാണ് ഈ ആരോപണം ഉന്നയിച്ചത്. ഇതിന് വളരെ കർക്കശമായ ഭാഷയിലാണ് ചാണ്ടി ഉമ്മൻ മറുപടി നൽകിയത്. താൻ രാഷ്ട്രീയത്തിലേക്ക് വന്ന് തന്റെ പിതാവിന്റെ പദവി ഉപയോഗിച്ചല്ലെന്നും മറിച്ച് കഴിഞ്ഞ 23 വർഷക്കാലം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തെരുവിൽ സമരം ചെയ്തു പ്രവർത്തിച്ചെന്നുമാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. KSU കാലഘട്ടം മുതൽ താൻ കടന്നുപോയ രാഷ്ട്രീയ പാതകളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം യഥാർത്ഥ ആശ്രിത നിയമനങ്ങൾ നടക്കുന്നത് ഇടതുപക്ഷ ക്യാമ്പിലാണെന്നും CPM-ഉം CPI-യിലും ഇത്തരത്തിൽ പെട്ടത് പദവികളിലേക്ക് എത്തിയ നേതാക്കൾ നിരവധി ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. വിവാദങ്ങൾക്കപ്പുറം വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തെക്കുറിച്ച് ഗൗരവകരമായ ചില ചോദ്യങ്ങളും ചാണ്ടി ഉമ്മൻ ഉയർത്തുന്നുണ്ട്. മന്ത്രി നേരിട്ട് പരിശോധന നടത്തിയിട്ടും വീടുകളുടെ ഗുണനിലവാരത്തിൽ ജനങ്ങൾക്ക് ഇപ്പോഴും തൃപ്തരല്ല. പെയിന്റിംഗിലെയും പ്ലംബിംഗിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. മെയ് മാസത്തോടെ വീടുകൾ കൈമാറുന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ വേഗതയിൽ അത് സാധ്യമാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഈ തർക്കം കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതല്ല, മറിച്ച് രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ശൈലികൾ തമ്മിലുള്ളതാണ്. മന്ത്രിമാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നത് മികച്ച മാതൃകയാണെന്നും അവർ വിശ്വസിക്കുന്നു. കെ രാജന്റെ പ്രവർത്തനം ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധിയുടെ ലക്ഷണമാണെന്നാണ് അവരുടെ വാദം. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി പോലെ ജനങ്ങളെ നേരിട്ട് കാണുമ്പോഴും ഭരണ സംവിധാനത്തെ കാര്യക്ഷമമായി ചലിപ്പിക്കാനാണ് മുൻഗണന നൽകേണ്ടതെന്നും അവർ കരുതുന്നു. മന്ത്രിമാർ ഹാൻഡ്സ് ഓൺ രീതി സ്വീകരിക്കുമ്പോഴും അത് വിദഗ്ധരുടെ ജോലി തട്ടിയെടുക്കലാകരുതെന്നതാണ് അവരുടെ പക്ഷം. മന്ത്രി കെ രാജൻ നല്ല പണിക്കാരനാണെന്ന് പറഞ്ഞത് ഒരു മന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ നയപരമായ വീഴ്ചകളെ സൂചിപ്പിക്കാനാണെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുന്നു. ഇതിനെ വ്യക്തിഹത്യയോ തന്റെ പിതാവിനെ ആക്ഷേപിക്കാനുള്ള അവസരമായോ കാണുന്നത് ശരിയല്ല. കേരളം പോലൊരു സംസ്ഥാനത്ത് ഭരണാധികാരികൾ കൂടുതൽ ഗൗരവകരമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ചാണ്ടി ഉമ്മന്റെ സന്ദേശം ഭരണപക്ഷത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന വീടുകൾ ഗുണനിലവാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാനം. അതിൽ മന്ത്രിയുടെ സന്ദർശനത്തെക്കാൾ പ്രധാനം സാങ്കേതിക വിദഗ്ധരുടെ നിരീക്ഷണമാണ്. ഈ രാഷ്ട്രീയ വാഗ്വാദം വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കുള്ളിൽ പുറത്തും കൂടുതൽ പ്രതിഫലിക്കുമെന്നതും ഉറപ്പാണ്. തന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെയും പിതാവിന്റെ സ്മരണയും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സർക്കാരിന്റെ വീഴ്ചകളെ തുറന്നു കാട്ടാനുള്ള ശ്രമത്തിലാണ് ചാണ്ടി ഉമ്മൻ.